പോരുണ്ടെങ്കിൽ പോരിനൊരു പേരുണ്ടെങ്കിൽ നാരങ്ങാതിരിൽ മുക്കി ചേരുന്നവരാരാണെന്നോ ഷമീർ ഹായ് നടക്കട്ടെ. ഓ ഇതെന്ത് 2-3 പെട്ടിയാണല്ലോ വരുന്നേ. ഓ ഫുൾ വരിക്കാ. എനിക്ക് 25 വയസ്സുള്ളൂ. അപ്പൊ ഇക്ക 2002 വന്നാ 3. ഓ മാഷാല്ലാ. നൈസ് ടു മീറ്റ് യു. നാട്ടിലെടാ? എടപ്പാള്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ നിലമ്പൂരാണ്. ചെലകള. ഓക്കെ സീ യു. സദ്യ കഴിച്ചിട്ട് പോവാ. എവിടുന്ന്? അത് ഇവിടുത്തെ സാധാ ഫുഡല്ലേ? ഇപ്പൊ കഴിച്ചാ? എന്തൊക്കെ പായസം എന്താ കഴിച്ചേ? പായസം മറ്റേ കഴിച്ചാ? കാര്യത്തില് ഇല്ലല്ലോ. ഇവിടെ ഓണസദ്യ ഒന്നും ഉണ്ടാവില്ല. അത് കുഴപ്പമൊന്നുമില്ല. അതല്ല ഞങ്ങളെ സ്വീകരിച്ചെന്നാ പറഞ്ഞാൽ മതി. അതല്ല അല്ല നിങ്ങള് അല്ലെ പായസെങ്കിലും കുടിക്കണം. വരി വരി വാ വരി. നിങ്ങൾ വരിട്ടാ. നിങ്ങൾ ഇങ്ങോട്ട് വരി. ടെൻഷനായി. അപ്പം സുഹൃത്തുക്കളെ ഏവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഷെഫീക്ക, ബഹുമാനപ്പെട്ട ഷെഫീക്ക നമുക്ക് നാട്ടിൽ ഇപ്രാവശ്യം ഒന്നും കിട്ടിയിട്ടില്ല, ഒരു പരിപാടി കിട്ടിയില്ല. അപ്പം എന്ത് ചെയ്തു? ഒരു ഓണം വേണം എന്നുള്ളത് ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു. അപ്പം മുണ്ടൊന്നും എടുക്കാനുള്ള ടൈമൊന്നും കിട്ടില്ല. ഷെഫീക്ക പെട്ടെന്ന് വിളിച്ചിട്ട് ഓണം പരിപാടി ഉണ്ടെന്നുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ എല്ലാവരും എത്തിച്ചേർന്നതാണ്. അപ്പം ഷെഫീക്കയും സിവോറ ഗോൾഡും സംഘടിപ്പിക്കുന്ന ഞങ്ങളുടെ ഈ എളിയ ഓണം പരിപാടിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അപ്പം ചില്ലറ പരിപാടിയാണ്, കുറച്ച് ആൾക്കാർ മാത്രം നമ്മൾ കൂടി ചേരുന്നൊരു പരിപാടിയാണ്. പക്ഷെ എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ ഷെഫീക്ക ഒരു പോസ്റ്ററൊക്കെ തയ്യാറാക്കിയുണ്ട്. ഞാൻ വന്നപ്പോൾ തന്നെ അന്തം വിട്ടു. ഇതെന്ത് ഇങ്ങനത്തെ ഒരു കോലം? എന്തെങ്കിലും ഇന്നെങ്ങനെ കണ്ടിട്ട് എനിക്ക് ഭരിച്ചാൽ മതിയേനു. കുറച്ച് ജിമ്മും ബോഡിയൊക്കെ കിട്ടി. വാ അത് ഡ്യൂപ്ലിക്കേറ്റ്. അപ്പം നമ്മളിങ്ങോട്ട് നടന്നു വരുമ്പോൾ നമുക്കിവിടെ സിവോറിൻ്റെ ചിഹ്നം വെച്ചുള്ള ഹെവി പൂക്കൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. തട്ടിക്കൂട്ട് സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഷെഫീഖാൻ്റെ ഒരു കാര്യം. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ ചൊല്ലിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഷെഫീഖ് ഉള്ളത് കൊണ്ട് ഓണം പോലെ ഒരു പൂക്കളെ എവിടുന്നോ കിട്ടിയ ചില്ലറ സെറ്റപ്പിലൊരു പൂക്കൾ ഉണ്ടാക്കിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട സൈഫുദ. സൈഫുഖാൻ്റെ ഓണം കോസ്റ്റ്യൂം കാണിച്ചതാണ്. സൈഫുഖ ഉള്ളത് കൊണ്ട് ഓണം പോലെ സെറ്റാക്കിയിരിക്കണല്ലോ. ആ പാട്ടൊന്ന് ഓഫാക്കി തരാൻ പറയാമോ? അല്ല എനിക്ക് അവിടെ കയറാം. മറ്റേ കോപ്പറേറ്റ് അടിക്കും. അതാ പൊളി. ഞാനൊരു കണ്ണട വാങ്ങിക്കണമെന്നല്ലേ ഞാനോട്ടെ. അപ്പം എങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഈ കണ്ണട ഇന്നലെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ കണ്ണടയാണ്. അതും ഇഷ്ടപ്പെട്ട. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇബലൊക്കെ ഇന്നലെ പോയി കടന്നുറങ്ങി. എനിക്ക് ഉറക്കം കിട്ടിയില്ല. എനിക്കൊരു ഫുൾ ഡേ ഉറക്കം കിട്ടിയില്ല. ഞാൻ ഉറങ്ങി തകർത്തോണം. ഇച്ച ഇങ്ങോട്ട് എന്ത് മാറിക്കണേ? എൻ്റെ ഇച്ചനെ പിടിച്ച എന്തെങ്കിലും കേസിന് ഇങ്ങോട്ട് കീ ലൈറ്റിൽ കീ. ഇച്ചൻ്റെ തീപാറിയ ഓണം മോനെ. ഇതൊന്നും അല്ല കേട്ടോ. ഒന്നൊന്നര ഓണങ്ങൾ. ഇത് അടിന്ന് തുടങ്ങി. ആ അപ്പം ഇത് ഇച്ചൻ്റെ ഓണം. ഇത് തീയോണം. ഇച്ചൻ്റെ തീപ്പൊരി ഓണം. 25ഓളം പേരുടെ ഇച്ച ഫാൻസ് ഇത് കണ്ട് ഹാപ്പി ആവും. അടിന്ന് തുടങ്ങി. അപ്പം കടന്നുറങ്ങണോടത്തുനിന്ന് ഓണം പരിപാടിക്ക് വിളിച്ചാൽ ഇത്രയൊക്കെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് തുണി പോലും എടുക്കാൻ പറ്റാത്ത ആ സാഹചര്യത്തിലാണ് ഈസാൻ എന്ത് ചെയ്തത്? ഉള്ളത് കൊണ്ട് ഓണം പോലെ ഒരു കള്ളിത്തുണി എടുത്താണ്ട് പരിപാടിക്ക് വന്നു. അപ്പോൾ ലോകത്തിൽ ആദ്യമായി ഓണം പരിപാടിക്ക് കള്ളിത്തുണി എടുത്ത് വന്ന ആ ഒരു അവാർഡ് ഈശ്വരന് കിട്ടിയത്. ഇതാണ് ജൂനിയർ ഷെഫീഖ്. എവിടെ വാപ്പച്ചി, എവിടെ വാപ്പച്ചി, എവിടെ അപ്പച്ചി. ഞാനെടുക്കാം വ്ളോഗ്. ഇങ്ങോട്ട് കൊണ്ടാൻ്റെ സ്റ്റിക്ക് എന്നാണ് കേട്ടോ. അപ്പം ഇന്നലെ സൗദിയിൽ നിന്ന് എത്തിയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ അതിൻ്റെ ഒരു ഇതില്ല, ഫുൾ എനർജിയിലാണ്. പല്ലൻ ചെന്നാ എൻ്റെ പല്ലൻ ചെന്ന ജൂനിയർ ഷെഫീഖ്. അപ്പം നാട്ടില് വലിയ
ഇതൊക്കെ നമ്മളെ ആൾക്കാരുടെ അതൊക്കെ സ്വന്തം സിബോറിൻ്റെ സ്വന്തം ഒരു ടാറ്റ കൊടുക്കൂ ഹായ്. അപ്പോൾ നാട്ടിൽ വലിയ വലിയ ഓണാഘോഷങ്ങൾ കനത്ത് നടക്കുകയാണെങ്കിലും ഇവിടെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു ചെറിയ ഓണം പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരു ടാറ്റ കൊടുക്കി, എല്ലാവരും ടാറ്റ കൊടുക്കി കുടിക്കേട്ടാ, അത്രേ ഉള്ളൂ. എല്ലാവരും ഹായ് ഹായ് ഹായ്. വളമ്പാൻ അന്നൊന്നും സേഫൊക്കെ തന്നെ ബെസ്റ്റ് കേട്ടോ. അപ്പം നിയാലിൻ്റെ പൗഡറാ നിയാലിൻ്റെ കൈയ്യേക്കാൻ വേണ്ടി അവിടെ വാ. അപ്പം എന്തൊക്കെയാണ് നമ്മളെ ഓണം കിറ്റിൽ വരുന്നതെന്നുള്ളത്. അപ്പം അപ്പം നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റുകളുണ്ട്. ഇന്നലത്തെ അത് ഞാൻ ചോദിക്കട്ടെ, സത്യം പറഞ്ഞു നിങ്ങളിങ്ങനെ ഇവിടെ എനിക്ക് സർപ്രൈസായി. ഇന്നലെ ഇവിടുന്ന് കോള് വന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വരണം ഹനാൻ ഷാന്റെ കൂടെ ലഞ്ച് എന്നൊക്കെ പറഞ്ഞു. ഇത് ഷെഫീക്ക തട്ടി വിട്ട് കാണും. ഞാൻ ഇന്നലെ ഉള്ള കണ്ട ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ഒഴിവാക്കി വന്നു. കിടല സദ്യ കഴിക്കാലോ. ഓ കൈക്ക് അടിപൊളി.